ഹായ് മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ വെക്കേഷൻ ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കുകയാണ് അല്ലേ. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും നമ്മളിതാ പുതിയൊരു അധ്യായ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ മരുഭൂമിയിൽ മാത്രം കാണുന്ന കുറേ സസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരുടെയൊക്കെ തണ്ടുകളുടെ പ്രത്യേകത എന്താണ്, വേരുകളുടെ പ്രത്യേകത എന്താണ്, ഇലകളുടെ പ്രത്യേകത എന്താണ്, അതൊക്കെ അറിയാൻ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും വളരെ ആകാംക്ഷയുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണഗതിയിൽ ഈ മരുഭൂമിയിൽ കാണുന്ന സസ്യങ്ങൾ ഇലയില്ലാത്തതോ അല്ലെങ്കിൽ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളോ ഉള്ളതോ ആയിരിക്കും. അതുപോലെ തന്നെ അവയുടെ തണ്ടുകൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കനമുള്ളതും അതുപോലെ തന്നെ ധാരാളം വെള്ളം സംഭരിച്ച് വെക്കാൻ പറ്റുന്നതും ആയിരിക്കും. പിന്നെ വേരുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഈ മണ്ണിൽ ആഴത്തിലിറങ്ങിയിട്ട് വെള്ളം ശേഖരിക്കാനുള്ള കഴിവും അവർക്കുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളൊക്കെ ഈ പറയുന്ന മരുഭൂമിയിലെ സസ്യങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണപ്പെടുന്ന സസ്യങ്ങൾക്കും ഇതുപോലെ പല പ്രത്യേകതകളുണ്ട്. ഇനി സസ്യങ്ങളുടെ കേസ് മാത്രമൊന്നും അല്ല കേട്ടോ. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ മറ്റ് പല ജീവികൾക്കും അവരെവിടെയാണോ വസിക്കുന്നത് അവിടെ ജീവിക്കാൻ സഹായിക്കുന്ന കുറേ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ നമുക്ക് മത്സ്യങ്ങളുടെ കേസ് എടുക്കാം. ഈ മത്സ്യങ്ങൾ വെള്ളത്തിലല്ലേ കാണുന്നത്. അവയെ പിടിച്ച് കരയിലിടുവാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്വസിക്കാൻ സഹായിക്കുന്ന ഗിൽസ് ഒക്കെ എന്താണ്? ഈ പറയുന്നത് പോലെ അവരുടെ ശരീരത്തിന് പ്രത്യേകതകളാണ്. അതുപോലെ സ്കെയിൽസും ഫിൻസും ഒക്കെ അവരുടെ ശരീര പ്രത്യേകതകളാണ്. ഇതുപോലെ സസ്യങ്ങൾക്കാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും അവർ ജീവിക്കുന്ന ചുറ്റുപാട് എവിടെയാണോ അവിടെ അവർക്ക് ജീവിക്കാൻ സഹായിക്കുന്ന കുറേ പ്രത്യേകതകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ധാരാളം സസ്യങ്ങളെ പറ്റിയും ധാരാളം ജന്തുക്കളെ പറ്റിയും അവരുടെ അനുകൂലനങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് നമ്മുടെ EVSൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന 4ാം ക്ലാസ്സിലെ എല്ലാ എക്സാമുകളും അതേപോലെ നമ്മുടെ CM Kids സ്കോളർഷിപ്പ് എക്സാമും ഒക്കെ നമുക്ക് നല്ല മാർക്കോടുകൂടി വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിനു വേണ്ടിയൊക്കെ നിങ്ങളെ സഹായിക്കുന്ന നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. ഇപ്പം നിലവിലാണെങ്കിൽ വിഷു ഓഫർ ഉണ്ട്. സോ മാക്സിമം നിങ്ങളെല്ലാവരും നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബേസിക് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിൻ ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി പ്രാണ ബാച്ചിൽ കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്.